ജോസ് കെ മാണിയുടെ പ്രതികരണമായിരുന്നു. അദ്ദേഹം വാർത്ത നിഷേധിക്കുന്നില്ല, പക്ഷേ കൃത്യമാണ്. അതായത് പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ ജോസഫ് വിഭാഗം, അതുകൊണ്ട് മാണി വിഭാഗത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ലോക്സഭ, നിയമസഭ, രാജ്യസഭ സീറ്റുകളൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഏകദേശം കണക്ക് കൂട്ടലുകൾ വെച്ചു നോക്കുമ്പോൾ മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ജോസഫ് വിഭാഗം പോകുന്നത് തന്നെയാണ് അവർക്ക് ലാഭകരം. അതായിരിക്കുമോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിച്ചതും? അതായത് വിവേകമോ സാമാന്യ വിവരമോ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവും ഈയനം മര്യാദകൾ കാണിക്കില്ല. ഞാൻ ജോസഫിന്റെ ആളല്ല, ഞാൻ ജനപക്ഷമാണ്, കേരള കോൺഗ്രസ്സുകാരനുമല്ല. ഞാൻ നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാട് പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടിയുടെ ചെയർമാൻ KM മാണി, യോജിപ്പിന് ശേഷം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ്, വൈസ് ചെയർമാൻ ഞാനായിരുന്നു, ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ്. എന്നെ പുകച്ച് പുറത്തിയടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മകന്റെ വരവാ, ഈ ചെറുക്കൻ, ഞാൻ മകൻ നീ പോടെ പോയി എന്ന് ഞാൻ പറയും. അപ്പൊ അത് മാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാണി പരാമർശം വിളിച്ചു, അവനെ ചെറുക്കൻ പയ്യെന്നൊക്കെ വിളി. ഞാൻ അവൻ പയ്യനായോണ്ട് വിവരമില്ലല്ലോ എന്ന് ഞാൻ നേരിട്ട് പറയായിരുന്നു. എനിക്കറിയാം ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ബോധ്യമുള്ളവന് ഞാൻ ഇറങ്ങിപ്പോന്ന അവിടുന്ന്. കാരണം മാണിയുടെ സ്വഭാവം അതാണ്. മാണി അത് തന്നെയല്ല കുറ്റം പറയണ്ടെന്ന്. ഒരു 10, 70, 80 വയസ്സായപ്പോ എന്നെ മക്കള് പറഞ്ഞപ്പോഴും മിണ്ടാൻ കഴിവില്ല. മാണിയുടെ ഞാൻ ബഹുമാനപ്പെട്ട KM മാണി ഇന്ന് ആരും അറിയുന്ന പോലല്ല. അദ്ദേഹത്തിന്റെ ജീവിതം പോലും എത്ര മാസം ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാം. ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലുണ്ട്. അത്രമാത്രം ക്ഷീണത്തിനും മിണ്ടാൻ പോലും കഴിവില്ല. ഇന്ന് അനേകം പ്രവർത്തകരെ കണ്ടെന്നാ പറയുന്നത്. വെറുതെ മുറിക്കകത്ത് ചുമ്മാ ഇരിക്കുക. ഇവര് ചെല്ലുന്നു പറയുന്നു, പുള്ളി മിണ്ടാതിരിക്കുന്നു, ഒന്നും പറയുന്നില്ല. ഇങ്ങോട്ട് എന്നാന്നറിയോ, പറയാൻ പറ്റുകയില്ല, പറയുന്നത് കേൾക്കുന്നുമില്ല. ഇത് ചെറുക്കനടുത്ത് നിന്ന് എഴുതി കൊടുക്കുന്നു, അത് അങ്ങ് കൊടുക്കുന്നു. ഇന്ന് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിട്ട് പത്രക്കാർ പാവങ്ങളെല്ലാം അവിടെ കുത്തിവെപ്പാ പാലായിരം. എന്താ സംഭവിച്ചതെന്നറിയാവോ? പത്രസമ്മേളനം നടത്തി ഇങ്ങനെ എന്നാ പറയും നടത്തില്ലാത്തതുകൊണ്ട് ചെറുക്കൻ പറഞ്ഞ് എഴുതി കൊടുത്താമെന്ന് ജോസ് കെ മാണിയുടെ തീരുമാനമാണ്. എഴുതി കൊടുക്കുകയായിരുന്നു. ഇന്നലെ കമ്മിറ്റി നടന്ന ചരിത്രം കേട്ടോ. ഇന്നലെ കമ്മിറ്റി, ഹൈപ്പവർ കമ്മിറ്റി കൂടിയിട്ടേ ഇല്ല ഇതുവരെ. അതായത് അവിടെ കൂടുതൽ ഇന്നലെ പാർലമെന്ററി പാർട്ടി കൂടി. പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് നമുക്ക് ഹൈപ്പവർ കമ്മിറ്റിയിലേക്ക് വിടാം എന്ന് പറഞ്ഞു. ഹൈപ്പവർ കമ്മിറ്റി കൂടിയിട്ട് അതായത് ജില്ലാ പ്രസിഡന്റുമാർ 4 ജില്ലാ പ്രസിഡന്റുമാർ ഏറ്റെന്ന് ജോസഫിന്റെ തന്തയ്ക്ക് വിളിച്ചു. 4 ജില്ലാ പ്രസിഡന്റുമാർ, പേര് വെച്ച് പറയാം, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, 4 ജില്ലാ പ്രസിഡന്റുമാരും ജോസഫിന്റെ തന്തയ്ക്ക് വിളി കഴിഞ്ഞപ്പോഴത്തേക്കിന് KM മാണി മിണ്ടാതിരുന്ന് ഇങ്ങനെ കേൾക്കുകയല്ല. അത് ചങ്ങേര് പറഞ്ഞു, എല്ലാം മനുഷ്യരായി നിർത്തി, ചർച്ച നിർത്തി എന്ന് പറഞ്ഞു. എല്ലാം മനുഷ്യരായി ചർച്ച നിർത്തി എന്ന് പറഞ്ഞു. അതായത് ഇതാ തീരുമാനം, പൊക്കോളാൻ പറഞ്ഞ് പിരിച്ചു വിട്ടു. ജോസഫിന് സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് ജോസഫ് ആ കമ്മിറ്റി വെച്ച് വളരെ വേദനയോടുകൂടി, എന്റെ പിതൃതുല്യനായ വ്യക്തി എന്നതിലെ മാണി സാറേ, അങ്ങനെ വർക്കിംഗ് ചെയർമാനെ എനിക്ക് പാർലമെന്റിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ ഞാൻ 91 തോറ്റു, 2 പ്രാവശ്യം തോറ്റു, എന്നെ സഹായിക്കണം, പിതൃതുല്യനായ വ്യക്തി എന്നതിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് KM മാണിയുടെ കാല് പിടിച്ച് പറഞ്ഞു. ഒരിക്കലും ജോസഫിന്റെ ക്രെഡിബിലിറ്റി കളയാൻ പാടില്ല. ജോസഫ് അവിടെ ചെയ്യേണ്ടത്, ഞാൻ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്, ചെയർമാൻ നിൽക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് എനിക്ക് വേണമെന്ന് പറയാനുള്ള തന്റെ അഹങ്കാരം കാണിക്കുന്നതിന് പകരം വേറും ഒരു ചെറ്റ മാതിരി കാലെ പിടിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് സഹതാപം. ഇത് മുഴുവൻ സത്യമാണ് ഞാൻ അന്വേഷിച്ചു. സഹതാപം മാത്രമല്ല, ഈ ജോസഫിനോട് എനിക്ക് പുച്ഛവും തോന്നി. ഏതായാലും ഇനിയെങ്കിലും ജോസഫ് അവളുടെ ക്രെഡിബിലിറ്റി കളയാതെ ധൈര്യമായിട്ട് പുറത്തോട്ട് വേണ്ടേ. ശ്രീ പി സി ജോർജ്, താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം യോഗത്തിൽ ആ രീതിയിൽ ആവശ്യപ്പെടുന്നതിനൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷെ ആ രീതിയിലുള്ള സമ്മർദ്ദവും വിലപ്പോയില്ല. പക്ഷെ ഇനി ജോസഫ് വിഭാഗത്തിന് മുന്നിലുള്ള വഴി എന്താണ്? സ്ഥാനാർത്ഥി നിർണയ പട്ടിക പുറത്തുവിടാൻ പോവുകയാണ് UDF ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. കൂറുമാറ്റ നിരോധന നിയമം ഒക്കെ പ്രശ്നമാകും. എന്ത് ചെയ്യാൻ കഴിയും PJ ജോസഫ് വിഭാഗത്തിന് ഇനി? അതായത് കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവനും കുറെ ബിഷപ്പന്മാരും ഒക്കെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മാണിയോട് ആവശ്യപ്പെട്ടിരുന്നു. മാണിയോട് ആവശ്യപ്പെടാൻ പറ്റിയാണ്. മാണി മിണ്ടാ കിടക്ക, ആശുപത്രിയിൽ ICU കിടക്കാണല്ലോ. മകനെ വിളിച്ച് ആവശ്യപ്പെട്ട ബിഷപ്സ് ഉണ്ട്. അവരൊക്കെ ഇന്നും മാണിയുടെ വീട്ടിലേക്ക് വിളിച്ച് ചെറുക്കൻ അപ്പോഴൊക്കെ സംസാരിക്കുന്നത്. ചെറുക്കൻ പറഞ്ഞു, ഞാൻ നോക്കാം. ബിഷപ്പുമാർ മുഴുവൻ ഇന്ന് വിളിച്ചു. അതുപോലെ തന്നെ പ്രമുഖ ഒരു പത്രത്തിന്റെ ഏറ്റവും വലിയ ആള് വിളിച്ചു. ഒക്കെ എനിക്ക് ഒരു അച്ഛൻ അതെല്ലാം വിളിച്ചു. ഇതെല്ലാം വിളിച്ചപ്പോഴും നോക്കാമെന്നല്ല ഈ ചെറുക്കൻ തന്നെയാ പറയുന്നത്, അല്ലാതെ മാണിയല്ല. ബഹുമാനമാണിക്ക് മിണ്ടാൻ വഴിയില്ലല്ലോ. ഞാൻ ഇന്ന് രാവിലെ തന്നെ മനസ്സിലാക്കിയ ഈ സംഭവം. ഞാൻ കോട്ടയത്തുണ്ടായിരുന്നല്ലോ, ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കല്ലേ, അത് കേട്ടോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ജോസഫിന് ചെയ്യാൻ കഴിയുന്നത് ഇനിയെങ്കിലും മാണി സാറേ എന്നുള്ള വിളി നിർത്തി പിതൃതുല്യനൊന്നും അല്ലല്ലോ. എല്ലാ കാലവും ജോസഫിന്റെ ഭാര്യയല്ലാതെ വല്ലതും ചോദിച്ചിട്ടുണ്ടോ മാണി? എന്തിനാ ഈ മാണിയെ പിതൃതുല്യ എന്നൊക്കെ വിളിക്കാൻ പോയി?
അതുകൊണ്ട് ഇത്ര അഹങ്കാരത്തോടെ ഇത് ചെയ്തത്. തൻ്റെതായിട്ട് ഇറങ്ങി വരാൻ പറ ജോസഫിനോട്. അതാ ഞാൻ പറയാൻ